എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 34, 35, 36, 37, 38 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കടിഞ്ഞാണ് പിടിച്ച് തേര് തെളിച്ചുകൊണ്ട് പോകുന്ന കംസനെ സംബോധന ചെയ്തുകൊണ്ട് ആകാശത്തിൽ നിന്ന് ഒരു അശരീര വാക്കുകൾ മുഴങ്ങണു. സന്ദർഭം പെട്ടെന്ന് ആ സന്തോഷകരമായിട്ടുള്ള ആ സന്ദർഭങ്ങൾ അതൊക്കെ പെട്ടെന്ന് തകിടം മറിയുന്നു. കംസന്റെ ആ സഹോദരി സ്നേഹം അതോടുകൂടി അസ്തമിക്കുകയാണ്. അതാണ് ഈ ദുർജനങ്ങളുടെ സ്നേഹത്തിന് ഒട്ടും സ്ഥിരതയൊന്നുമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കംസന്റെ അപ്പോഴത്തെ അവസ്ഥ പറയുന്നു. ശ്ലോകം 34. ഗംഗണപതയേ നമ സംസരസ്വത്യേ നമ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പഥി പ്രഗ്രഹിണം കംസമാഭാഷ്യാഹ ശരീരവാക് അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. പഥി പന്ഥാവിൽ, പ്രഗ്രഹിണം കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന കംസനെ ആഭാഷ്യ സംബോധന ചെയ്തിട്ട്, ആ ശരീരവാക് ആകാശവാണി ആഹാ പറഞ്ഞു, അബുധ അറിവില്ലാത്തവനെ, യാം ഏതൊരുത്തിയെ, വഹസേ നീ വഹിക്കുന്നു, അസ്യ ഇവളുടെ, അഷ്ടമ എട്ടാമത്തെ, ഗർഭം, ത്വാം നിന്നെ, ഹന്ത ഹനിക്കും. അങ്ങനെ വഴിയിൽ തേര് തെളിച്ച സഹോദരിയെയും സഹോദരി ഭർത്താവായ വസുദേവനെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുന്ന അവസരത്തില് ദേവിക്കും വളരെ സന്തോഷമായി. ഏട്ടൻ തന്നെ തേര് തെളിക്കണം, അങ്ങനെ ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. സന്തോഷായിട്ട് പോവായിരുന്നു. അപ്പോഴാണ് ദാ അശരീരി, അല്ലയോ മൂഢ, നീ ഏതൊരുത്തിയെ വഹിച്ചു കൊണ്ടുപോകുന്നുവോ, ഇവളുടെ എട്ടാമത്തെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്ന ബാലൻ നിന്നെ ഹനിക്കും. ഇങ്ങനെയാണ് ആകാശത്ത് നിന്നുണ്ടായ ആ ശരീരം. അതങ്ങോട്ട് കേട്ടില്ലേ കംസൻ. ധീരനായ കംസന്റെ ഹൃദയത്തില് അപ്പൊ തന്നെ ഒരു ഭീതി, പെട്ടെന്നങ്ങിട്ട് ഒരു ഭീതി വന്നു കംസന്. ഇത്യുക്ത സഖല പാപോ ഭോജാനാം കുലവാംസന ഭഗിനീം ഖന്തുമാരബ്ധ ഖഡ്ഗപാണി കജേ ഗ്രഹീൽ. അങ്ങനെ ആകാശവാണി കേട്ടപ്പോ സ്വതേ പാപിയാണ് ഈ കംസൻ. അതേവരെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ഭോജവംശത്തെ ദുഷിപ്പിക്കണ ഘോരകർമ്മങ്ങൾ മാത്രമേ ഇതേവരെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ കംസൻ പെട്ടെന്ന് സഹോദരിയോടുള്ള സ്നേഹമൊക്കെയാണ് പോയി വാളങ്ങോട്ട് ഊരി സഹോദരിയെ കൊല്ലാനായിട്ട് വാള് കയ്യിലെടുത്തു. തന്റെ ആ തലമുടി അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച്, ദുഷ്ടന്മാർക്ക് ചെയ്യാൻ മടിയുള്ള കർമ്മം, അവളുടെ തലമുടി അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് വെട്ടാനായിട്ട് അങ്ങോട്ട് ഓങ്ങാണ്. ഒരു കരുണയിൽ അപ്പൊ തോന്നിയില്ല കംസന്. സഹോദരിയാണെന്നോ കൊല്ലാൻ പാടില്ല എന്നോ അല്ലെ. ദുഷ്ടന്മാർക്ക് എന്താ ചെയ്യാൻ മടിയുണ്ടാവുക. വിളിക്കെന്താ ദേവയെ കൊല്ലാൻ പുറപ്പെട്ട കംസനോട് വസുദേവര് ഉപദേശിക്കുകയാണ്. വളരെ ശാന്തനായിട്ടാണ് വസുദേവര് കംസനോട് പറയണത്. തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ. ജുഗുപ്സിത കർമാണം നിന്ദ്യമായ കർമ്മത്തിൽ പ്രവേശിച്ചവനും, നൃശംസം ക്രൂരനും, നിരപത്രവം ലജ്ജയില്ലാത്തവനുമായ തം ആ കംസനെ, പരിസാന്ത്വയൻ സമാധാനപ്പെടുത്തിക്കൊണ്ട്, ഭാഭാഗ മഹായോഗ്യനായ വസുദേവൻ ഉവാച പറഞ്ഞു. ലോകം നിന്ദിക്കത്തക്ക കർമ്മങ്ങളല്ലാതെ ഇതേവരെ കംസൻ ചെയ്തിട്ടില്ല. ഇപ്പോഴോ അതിന് ഭഗിനിയെ, സ്വന്തം സഹോദരിയെ തന്നെ കൊല്ലാൻ തുടങ്ങിയിരിക്കണം. അപ്പൊ പിന്നെ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതും ഈ കല്യാണ ഉത്സവ സമയത്ത്. എങ്ങനെയുള്ള സമയത്താ? വളരെ സന്തോഷമായിട്ടിരിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് പോവാണ് അല്ലെ വധൂവരന്മാര്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെയുള്ള ക്രൂരകർമ്മം ചെയ്താൽ മറ്റുള്ളവര് പരിഹസിക്കില്ലേ എന്നുള്ളൊരു തോന്നലൊന്നും അപ്പൊ ഉണ്ടായില്ല. എന്നെ കൊല്ലുന്നു പറഞ്ഞില്ലേ ഇവൾക്കുണ്ടാവുന്ന പുത്ര, അത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത. അതാണ് മനുഷ്യർക്ക് ഒരു സഹോദരിയോട് എത്ര സ്നേഹം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. അതുകൊണ്ട് ആ സഹോദരി സ്നേഹത്തെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതെ ആയതുകൊണ്ട് അതിക്രൂരനായിട്ടിരിക്കണം ആ കംസന്റെ ആ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് ദേവകിയെ ഇപ്പൊ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് വസുദേവർക്ക് മനസ്സിലായി. അപ്പൊ വസുദേവര് വിചാരിക്കുകയാണ്, തന്റെ ജനനം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. അതാണല്ലോ ജനന സമയത്ത് ദേവന്മാര് ആനക ദുന്ദുഭി മുഴക്കിക്കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ജനനം ഉണ്ടായത് അല്ലെ. അതുകൊണ്ടാണല്ലോ വസുദേവർക്ക് ആനക ദുന്ദുഭി എന്ന പേര് വന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഭഗവാൻ അത് കണ്ടിട്ടായിരിക്കണം അങ്ങനെ ചെയ്തത് എന്നാണ് വസുദേവര് വിചാരിക്കുന്നത്. അപ്പോ ഈ ദുഷ്ടനായിട്ടുള്ള കംസനെ കൊല്ലാൻ ഭഗവാൻ എന്റെ പുത്രനായിട്ടായിരിക്കും ചിലപ്പോ അവതരിക്കാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ടുള്ള ഉപദ്രവമൊക്കെ നിശേഷം പോവൂലോ. അപ്പൊ നല്ല വാക്കുകൊണ്ട് ഇപ്പൊ ഒരു ദയ തോന്നിക്കണം
കംസന് ദേവകിയോട്. അപ്പൊ വളരെ ശാന്തമായിട്ട് തന്നെ സാമോപായം എന്ന് പറയുകയാണ് അതിന് ഉചിതം എന്നൊക്കെ വിചാരിച്ച് ആദ്യം തന്നെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി കംസനെ. നല്ല നല്ല വാക്കുകൾ കൊണ്ടാണ് സ്തുതിച്ച്. അങ്ങനെ കേറ്റി പറഞ്ഞാലല്ലേ കംസന്, അല്ലാതെ ഇപ്പൊ ദേഷ്യപ്പെട്ട് തടുത്ത അങ്ങനെയല്ല പറയേണ്ടത്. വളരെ സാവധാനത്തില് സാമോപായം അത് തന്നെയാണ് പറയേണ്ടത്. ഉചിതമായ കംസന് അത് താൻ പറയണത് ശരിയാണെന്ന് തോന്നണം. അങ്ങനെ വസുദേവര് വളരെ ശാന്തനായിട്ട് കംസനോട് പറയണു. വസുദേവ ഉവാച ശ്ലാഘനീയ ഗുണശൂരയേ ഭവാൻ ഭോജയശസ്കര സകഥം ഭഗിനീം കന്യാൽ സ്ത്രീയമുദ്വാഹ പർവണി. ഇവര് പറയാണ്, അന്യന്മാരായ ശൂരന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത അനേകം ശ്രേഷ്ഠ കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങയുടെ ഈ വീര്യപരാക്രമാദി ഗുണങ്ങളെ ലോകത്തിലുള്ള വീരന്മാര് മുഴുവൻ കീർത്തിക്കുകയാണ്. ഇത്ര മഹാനാണ് അങ്ങ്, ഇത്ര കേമനായിട്ടുള്ള അങ്ങ് ഒരു വീരൻ ഇതുപോലെ ഭോജകുലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും പറയണത്. അങ്ങ് കാരണം ഇപ്പൊ ഈ ഭോജകുലം തന്നെ മുമ്പത്തെക്കാളും കീർത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെയുള്ള അങ്ങ് കേവലം ഒരു സ്ത്രീയും പോരാ, അങ്ങയുടെ സഹോദരിയല്ലേ, പ്രിയപ്പെട്ട സഹോദരിയല്ലേ ദേവകി, അതും പോരാ, വിശേഷിച്ച് ഇപ്പതേ ആ പുതിയ നവവധൂവരന്മാരായിട്ട് കല്യാണമായിട്ട് കഴിഞ്ഞിട്ട് ആ സന്തോഷായിട്ട് പോവല്ലേ ദേവകി. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇവിടെ കൊല്ലാൻ തുടങ്ങണത് എത്ര നികൃഷ്ടാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുന്നു. വളരെ ശാന്തമായിട്ട് പറയാണ്. സംബന്ധലാഭോപകൃതിർഭേദാ ഗുണകീർത്തനം സാമ പഞ്ചവിധം ഭേദോ ദൃഷ്ടാദൃഷ്ടഭയം വച എന്ന പ്രമാണം കൊണ്ട് സംബന്ധം, ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം ഇങ്ങനെ 5 വിധത്തില് സാമത്തെയും ദുഷ്ടഭയം, അദൃഷ്ടഭയം ഇവയെ സൂചിപ്പിക്കുന്ന 2 വിധം വാക്കുകളെ കൊണ്ട് ഭേദത്തെയും ഉപയോഗിക്കണമെന്ന് സിദ്ധിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് വസുദേവര്. അതാണ് ശ്ലാഘനീയ ഗുണൻ എന്ന് പറയുന്നത്. അത്രയും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് വസുദേവര്. അപ്പൊ വേണ്ട സമയത്ത് വേണ്ട പോലെയുള്ള വാക്കുകൾ അത് ശരിയാണെന്ന് കംസനിങ്ങനെ തോന്നണം. അതുപോലെയുള്ള വാക്കുകളാണ് കംസനോട് പറഞ്ഞത്. അതൊക്കെ ശരിയാണെന്ന് അപ്പ തോന്നി. ഇപ്പൊ സാമോപായത്തിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് ആ സമയോചിതമായ വാക്കുകൾ ആണ് വസുദേവര് കംസനോട് പറഞ്ഞത്. അപ്പൊ എന്തായി, ശരിയാണ്, വേഗം ഊരി പിടിച്ച വാള്. പിന്നെ എന്താ അനേകം ശ്ലോകത്തിൽ കൂടെയാണ് പറയണത്. കംസൻ അപ്പോൾ കൊല്ലാതെ നിൽക്കാണ്. ശരിയാണെന്ന് ഉള്ളില് ഇത് ആദ്യത്തെ പറഞ്ഞപ്പോ തന്നെ ശരിയാണ് എന്ന് തോന്നി കംസന്. പിന്നെയും പറയണു, മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവാബ്ദശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. അല്ലയോ ശൂര എന്ന് പറയണ, മരണഭയം കൊണ്ട് കൊല്ലുകയാണെങ്കിൽ ഭയപ്പെട്ടത് കൊണ്ട് മരണഭയത്തെ ഇല്ലാക്കാൻ കഴിയില്ല. അതാണ് അങ്ങേക്കിപ്പോ മരണഭയം കൊണ്ടാണ് ദേവകിയെ കൊല്ലണമെന്ന് വെച്ചാൽ, ഭയം കൊണ്ട് മരണത്തെ ഇല്ലാതാക്കാൻ കഴിയോ? പേടിച്ചതുകൊണ്ട് മരണം ഇല്ലാതെയാവോ? ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്. ദേഹം ഉണ്ടാകുമ്പോ തന്നെ അതോടുകൂടി മരണവും ഉണ്ടാവുന്നുണ്ട് അല്ലെ? ജനിച്ചവർക്കെല്ലാം മരണമുണ്ട്. അപ്പൊ ദഹിച്ചു പോവുക എന്നുള്ള ധർമ്മം ഉള്ളത് കൊണ്ടാണ് ഈ ദേഹം എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. പക്ഷേ കാലതാമസം കൊണ്ടായ അത്രത്തോളം സുഖാനുഭവം ആവാലോ എന്നാണ് വിചാരമെങ്കിൽ, കുറച്ചു കാലം കൊണ്ട് ജീവിക്കാലോ എന്നാണ് വിചാരമെങ്കിൽ, ഇന്നായാലും കുറെ കഴിഞ്ഞിട്ടായാലും മരണം നിശ്ചയമായിരിക്കുന്ന സ്ഥിതിക്ക് ഈ കാലതാമസത്തെ മാത്രം ഇങ്ങനെ വിചാരിച്ച് നിന്ദ്യകർമ്മം ചെയ്യണത് വീരധർമ്മത്തിന് ഒട്ടും യോജിച്ചതല്ല. ഭയം എന്നത് വന്നാൽ തന്നെ ആ വീരൻ എന്നുള്ള പേരിന് അർഹനല്ലാതായി തീരും. അങ്ങ് ഒരു വീരനല്ലേ, അങ്ങക്ക് ഈ ഭയം പാടുണ്ടോ? അതുകൊണ്ട് അങ്ങ് ദേവകിയെ കൊല്ലാൻ പുറപ്പെടരുത് എന്ന് പറയുന്നു. പിന്നെയും ഇതാ നല്ല നല്ല വാക്കുകളെ കൊണ്ട് ശാന്തമായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് ശരിയാണെന്ന് കംസന് തോന്നി. ആ വധശ്രമത്തിൽ നിന്ന് പിന്മാറുന്നു. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.